നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. മാർക്കറ്റിൽ നമുക്ക് വളരെ ചുരുക്കി ഇങ്ങനെ വിവരിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റ് ഇടിഞ്ഞിരുന്നു. US നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെഗറ്റീവ് കാര്യം വന്നു. ഒന്ന്, അവിടുത്തെ പണപ്പെരുപ്പ നിരക്ക് വർദ്ധിച്ചു. നമ്മളുടെ നാട്ടിൽ Q1 റിസൾട്ട് പോലെ Q4 റിസൾട്ട് പോലെ US Q1 റിസൾട്ടുകൾ വന്നിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മോർഗൻ സ്റ്റാൻലി ഉൾപ്പെടെയുള്ള 3 വലിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ റിസൾട്ട് വന്നു. മോശമായ റിസൾട്ട് കാരണം US മാർക്കറ്റ് ഫർദറായിട്ട് ഇടിഞ്ഞു. അപ്പോൾ യുഎസിലെ പണപ്പെരുപ്പ നിരക്ക് വന്ന് അത് നെഗറ്റീവായിരുന്നു. US Q1 റിസൾട്ട് മോശമായിരുന്നു, അതും നെഗറ്റീവായിരുന്നു. കൂടാതെ തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം അത് അനൗൺസ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടും അത് US മാർക്കറ്റ് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. ഏകദേശം ഡോയെല്ലാം തന്നെ ഇടിഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു 500 പോയിൻ്റ് ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം US മാർക്കറ്റ് ഇടിഞ്ഞിട്ടുള്ളത്. ഇനി നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ, ഇതാണ് US മാർക്കറ്റിലെ കഥ. നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം 8,000 കോടി രൂപ FIS സെല്ല് ചെയ്തു. മൗറീഷ്യസ് ആയിട്ടുള്ള ഒരു ഡബിൾ ടാക്സേഷൻ കാരണം FISന് അധിക ടാക്സ് കൊടുക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു കാരണം, ഇതൊരു പുതിയ കാരണമല്ല, അത് പഴയ കാരണം തന്നെയാണ്. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇതേ കാരണം കൊണ്ട് കണ്ടിന്യൂസ് സെല്ല് ചെയ്ത സമയത്തായിരുന്നു നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നത് FIS വരും പോകും, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അത് സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുമെന്ന്. സ്ട്രോങ് ആയിട്ട് നിലകൊണ്ടിരുന്നു ഇന്ത്യൻ മാർക്കറ്റ്. FIS ആ ഒരു സമയത്ത് വലിയ തോതിൽ സെല്ല് നടത്തിയെങ്കിൽ കൂടിയും DISൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള ബൈങ് കാരണം ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോകാതെ മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ അതേ ഇഷ്യൂ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. FIS വീണ്ടും സെല്ലിങ് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നം വീണ്ടും നിലനിൽക്കുന്നുണ്ട്, അത് ചർച്ചയിലാണ്. അപ്പോൾ FISൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ബൈങ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ DISൻ്റെ ഭാഗത്തു നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം FIS 8,000 കോടി രൂപക്ക് സെല്ല് ചെയ്തപ്പോൾ DIS 6,000 കോടി രൂപക്ക് ബൈ ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ ആ ഒരു സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈ അതിനേക്കാളും വളരെ മുകളിലാണ്. ഓൾ ടൈം ഹൈ എന്നുള്ളൊരു പോയിൻ്റ് ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് നിഫ്റ്റി അതിശക്തമായിട്ട് മുകളിലേക്ക് പോയി ആ ഒരു സ്റ്റേജിലാണ് നിലനിൽക്കുന്നത്. പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് ഇനിയും ഫ്യൂവലുണ്ട്. കാരണം ലോക്സഭ ഇലക്ഷൻ, നിലവിലൊരു റൂളിംഗ് പാർട്ടി നിലനിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി മുന്നോട്ട് പോകും. അപ്പോൾ അതാണ് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു പോസിറ്റീവ് കാര്യവും വളരെ വലിയ തോതിലുള്ള നെഗറ്റീവ് കാര്യവും. US മാർക്കറ്റിലുള്ള ഒരു നെഗറ്റീവ് കാര്യവും നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇപ്പോഴത്തെ പ്രസൻറ്റ് സിനാരിയോയിലേക്ക് വരാണെങ്കിൽ, ഈ ഒരു യുദ്ധ സാഹചര്യം ഇറാൻ ഇനി ഫർദറായിട്ടുള്ളൊരു ഡ്രോൺ ആക്രമണത്തിന് ശേഷം ഫർദറായിട്ടുള്ളൊരു ആക്രമണം നടത്തുന്നില്ല, ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അത് കാരണം കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ ടെൽ അവീവ് ഇൻഡെക്സ് ആയിട്ടുള്ള TA35 എന്നുള്ള ഇൻഡെക്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തിലെ ഇൻഡെക്സ് ഗ്രീനിൽ ക്ലോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവാണ്. കാരണം ഇസ്രായേൽ യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണ്, അവിടുത്തെ ഇൻഡെക്സാണ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതൊരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ക്രൂഡ് ഓയിൽ അത് സ്പൈക്ക് ആയിട്ടുമില്ല എന്നുള്ളത് യുദ്ധം ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഇപ്പോഴുള്ള സിനാരിയോ. ഇനി മുന്നോട്ടുള്ള സിനാരിയോ എന്തായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ, ആക്രമണം തുടങ്ങി വെച്ചത് ഇസ്രായേലായിരുന്നു, അതിന് ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. യുദ്ധം നിർത്തി എന്ന് പറഞ്ഞത് ഇറാനാണ്, ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ആ ഒരു ഘടകം നിലനിൽക്കുന്നുണ്ട്. സമാധാനമായിട്ടുള്ള അന്തരീക്ഷം വന്നു എന്ന് ഒഫീഷ്യലി കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന ഒരു സംശയത്തിൻ്റെ ഒരു കണിക. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ കാണാം ടെൽ അവീവ് ഇൻഡെക്സ് ആയിട്ടുള്ള TA35. കഴിഞ്ഞ ദിവസം ഇന്നലെ മാർക്കറ്റ് അവിടെ ഉണ്ടായിരുന്നു, പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇനി അതിന് താഴെ കാണാം ഗോൾഡാണ്. $2,356 മറികടന്ന് പോകുന്നുണ്ട്. ക്രൂഡ് വർദ്ധിക്കുന്നില്ലെങ്കിൽ കൂടിയും ഗോൾഡ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡ് കാണാം 90.50 പെർ ബാരൽ. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ ഇടിവിലാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന
ഡോ ഫ്യൂച്ചർ അത് പോസിറ്റീവാണ്. ബിറ്റ് കോയിൻ തിരികെ വരാൻ ശ്രമിക്കുന്നുണ്ട് 65,000. അപ്പോൾ ഡോ ഫ്യൂച്ചർ ഇപ്പോൾ 24 അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് US മാർക്കറ്റിലെ ഫ്യൂച്ചർ ഇൻഡെക്സ് അത് പോസിറ്റീവാണ്. ബിറ്റ് കോയിൻ ഏകദേശം ഒരു 1700 പോയിന്റ് പോസിറ്റീവാണ്. അപ്പോൾ അതാണ്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റ് നെഗറ്റീവായിട്ടുള്ള കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം ഇന്ത്യൻ മാർക്കറ്റ്. ഇനിയിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ക്ലോസിങ് കാണാം 22,588. ഇപ്പോഴുള്ള വാല്യൂ കാണാം 22,452. ഇപ്പോൾ ഞാൻ റീഡ് ചെയ്തത് നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആ ഒരു കോൺട്രാക്റ്റാണ്. അപ്പോൾ നമുക്ക് 100 പോയിന്റിൽ കൂടുതലുള്ള ഗ്യാപ്പ് ഡൗൺ ആണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത് നേരത്തെ കാണിച്ച ആ ഒരു ചാർട്ടിൽ ഗിഫ്റ്റ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോ അത് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാനുള്ള വക നൽകുന്നു. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ ഒക്കെ 2% ഇടിഞ്ഞിരുന്നു. ICICI, HDFC 1.5% ഇടിഞ്ഞിരുന്നു. ഡോക്ടർ റെഡ്ഡി 1.5%. എല്ലാം മിഡിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിരുന്നത്. അപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ നെഗറ്റീവിലാണുള്ളത്. ഇന്ത്യയിലെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നെഗറ്റീവാണ്. എന്നാൽ കുറച്ച് അത് പോയിന്റുകളെല്ലാം തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇനി ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ന്യൂസുകളിലേക്ക് വരുമ്പോൾ TCS ആണ്. TCS 12% നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. റവന്യൂ ഗ്രോത്ത് എന്നാൽ 1.3 നിന്ന് 1.1 ആയിട്ടുണ്ട്. പക്ഷേ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ റവന്യൂ എക്സ്പെക്റ്റേഷൻ പോസിറ്റീവായിട്ട് കമ്പനി നിലനിർത്തിയിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ് വന്നിട്ടുള്ളത്. ആനന്ദ് രഥി 35% ഇവരുടെ അറ്റാദായം വർദ്ധിച്ചു. കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാനുൽസ് ഇന്ത്യ കമ്പനി US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഒരു ഇൻസ്പെക്ഷൻ നടത്തി ഒരു ഒബ്സർവേഷനും റൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ന്യൂസ്. ISMT കമ്പനി 350 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. എംഫസിസ് കമ്പനി ആമസോൺ വെബ് സർവീസായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസ്. RVNL ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് പുതിയ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. HDFC ബാങ്കിലേക്ക് ജപ്പാനിലുള്ള MUFG എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കാം എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. കൺഫേംഡ് ന്യൂസ് അല്ല. എന്നാൽ അത് ഡിക്സൺ ടെക് കമ്പനി ഡാസൻ സിസ്റ്റമായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണ് നമുക്ക് കറൻ്റ്ലി കളക്ട് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളത് ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ റിസൾട്ടുകൾ വരികയാണ്. ഏതൊക്കെ കമ്പനികളുടെ റിസൾട്ട് ഏതൊക്കെ ദിവസം വരുമെന്നും ഏതൊക്കെ കമ്പനിക്ക് ഡിവിഡൻഡ് ഏതൊക്കെ ദിവസം കൊടുക്കുമെന്നും ഏതൊക്കെ കമ്പനീസ് IPOയിൽ എന്ന് ലിസ്റ്റ് ചെയ്യുമെന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ട്രേഡ് ബഡ്ഡി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം. ₹1 കൊടുക്കേണ്ട, പരസ്യങ്ങളോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.